ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇൻ മലയാളത്തിൻ്റെ 11ാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പല വാക്കുകളുടെ സ്പെല്ലിംഗ് കാണുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ഏറെക്കുറെ ഇങ്ങനെ ആയിരിക്കാമെന്ന് നമ്മൾ കരുതുക സാധാരണമാണ്. എന്നാൽ ചില വാക്കുകളുടെ സ്പെല്ലിങ്ങും ഉച്ചാരണവും തമ്മിൽ യാതൊരു സാദൃശ്യവുമില്ലത്. നമ്മൾ മനസ്സിലാക്കാൻ സാധ്യതയുള്ളതിൽ നിന്നും വ്യത്യസ്ത ഉച്ചാരണമുള്ള വാക്കുകൾ ഇന്ന് നോക്കാം. ഒരു ദിവസം ഒരു തവണയെങ്കിലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹായ്. ചാറ്റ് ചെയ്യുമ്പോഴും മറ്റും പല സ്പെല്ലിങ് കാണാറുണ്ട്. HY, HAY, HAI. എന്നാൽ ഹായ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് HI ആണ്. HI ഈസ് ഹായ്, നോട്ട് ഹി. അടുത്തത് PIGEON, പ്രാവ്. പിജിയൺ, പിജിയോൺ എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ശരിയായ ഉച്ചാരണം പിജൻ എന്നാണ്. പിജൻ. DENGUE ഒരു പനിയുടെ പേരാണ്. പലരും ഡെങ്കു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉച്ചാരണം ഡെങ്കി എന്നാണ്. ഡെങ്കി, നോട്ട് ഡെങ്കു. സിനിമയ്ക്ക് മോർണിംഗ് ഷോ, ലേറ്റ് നൈറ്റ് ഷോ, ഈവനിങ് ഷോ, ഇടയ്ക്കൊരു ഷോ ഉണ്ട് ഉച്ച കഴിഞ്ഞ്. മാറ്റിനി എന്നാണ് നമ്മൾ പറയുന്നത്. MATINEE. ഇറ്റ്സ് നോട്ട് മാറ്റിനി ബട്ട് മാറ്റിനായി. മാറ്റിനായി. MEMENTO, സ്മരണിക. പലരും ഇതിനെ മൊമെൻറ്റോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മൊമെൻ്റ് എന്നൊരു വാക്കുള്ളത് കൊണ്ട് ഇതിനെ മൊമെൻറ്റോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് മൊമെൻറ്റോ അല്ല, മിമെൻറ്റോ. MEMENTO ഈസ് മിമെൻറ്റോ, സ്മരണിക. ഓർമ്മക്കുറിപ്പുകൾ. MEMOIR. MEMOIR. മെമ്മോയർ എന്ന് വായിക്കാനുള്ള സാധ്യതയുണ്ട്. ഓർമ്മക്കുറിപ്പുകൾ. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഈസ് മെംവാ. മെംവാ. സാലഡിനും മറ്റും ഉപയോഗിക്കുന്ന ഒരു ഇലയുണ്ട്. LETTUCE. ലെറ്റ്യൂസ് അല്ല, ഇറ്റ്സ് ലെറ്റിസ്. ലെറ്റിസ്. ISLE. ഇസ്ലെ, ഇസ്ലി, ഇസ്ലിയെ എന്നൊന്നും വായിക്കരുത്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഈസ് ഐൽ. ISLE ഈസ് ഐൽ, മീനിങ് ചെറുദ്വീപ്. ഇതേ അർത്ഥത്തിൽ മറ്റൊരു വാക്കുണ്ട് ISLET. ISLET ഇതേ അർത്ഥം തന്നെയാണ്. ഐലറ്റ്. ഐലറ്റ് എന്നാണ് പറയുന്നത്. DEBRIS. DEBRIS അവശിഷ്ടങ്ങൾ എന്നാണ് അർത്ഥം. ദുരന്തവും മറ്റും ഉണ്ടായിക്കഴിഞ്ഞ് അവിടെയുള്ള നാശനഷ്ടങ്ങൾ ആണ് ഡെയ്ബ്രി എന്ന് പറയുന്നത്. അവശിഷ്ടങ്ങളായിട്ട് കാണുന്നവ. അത് ഡെയ്ബ്രി എന്നാണ്. ഡെബ്രിസ് അല്ല, ഡെയ്ബ്രി. SUITE
പ്രത്യേകം ശ്രദ്ധിച്ചോണം ഈ സ്പെല്ലിംഗ്. SUITE, സ്വീറ്റ്. പല സൗകര്യങ്ങളുള്ള താമസത്തിനുള്ള വിശാലമായ ഹോട്ടൽ മുറി, അതിനെയാണ് സ്വീറ്റ് എന്ന് പറയുന്നത്. സ്യൂട്ടല്ല, സ്വീറ്റ്. വേറൊരു സ്യൂട്ടുണ്ട്, SUIT, വസ്ത്രം ധരിക്കുന്നത്. ഡോണ്ട് കൺഫ്യൂസ് സ്വീറ്റ് വിത്ത് സ്യൂട്ട്. SUITE ഹോട്ടൽ മുറി, SUIT വസ്ത്രം. DEBUT ഒറ്റ നോട്ടത്തിൽ ഡിബട്ടെന്ന് വായിക്കും. ദിസ് ഈസ് ഡെബ്യൂ. ഡെബ്യൂ, അരങ്ങേറ്റം അല്ലെങ്കിൽ അരങ്ങേറുക. VINEYARD. പലരും വൈൻയാർഡെന്ന് ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദിസ് ഈസ് വിൻയഡ്. വിൻയഡ് മീനിങ് മുന്തിരിത്തോപ്പ്, മുന്തിരിത്തോട്ടം. അവസാനമായി ഒരു തരത്തിലും ചിന്തിക്കാൻ പറ്റാത്ത ഉച്ചാരണമുള്ള ഒരു വാക്കാണ് BOURGEOIS. BOURGEOIS. ആരും ഇതിനെ ബൊർഗോയ്സ് എന്നേ വായിക്കുള്ളൂ, ബൊർഗോയ്സ്. എന്നാൽ ഈ വാക്കിൻ്റെ ഉച്ചാരണം ആണ് ബൂർഷ്വ എന്ന് രാഷ്ട്രീയമായി നല്ല പരിചയമുള്ളവർ പറയും. എന്നാൽ ഇതിൻ്റെ ശരിയായ ഉച്ചാരണം ബോർഷ്വ എന്നാണ്. ബൂർഷ്വ അല്ല, ബോർഷ്വ. അതിൻ്റെ അർത്ഥം യാഥാസ്ഥിതികനായ ഇടത്തരക്കാരൻ അല്ലെങ്കിൽ മുതലാളി വർഗം എന്നൊക്കെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും നമുക്ക് ഏറെക്കുറെ ജാനുവരി പകുതിയോടെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഗുഡ് ബൈ.